ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പൊതുവേ കോസ്കോയിൽ പോകുന്നത് ലേക്ക് സൈഡുള്ള കോസ്കോയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കേംബ്രിഡ്ജ് ട്രിപ്പ് പോയതിന് ശേഷം എന്നെ അവിടുന്ന് കണ്ടായിരുന്നു ഒരു 40 മിനിറ്റ്സ് ദൂരമുള്ളൊരു കോസ്കോ. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാരണം നമ്മൾ വില്ലേജ് റോഡിലോട്ട് പോകുന്നതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂസ് ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ ആ കോസ്കോയിലേക്ക് പോയായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ മെയിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് സെക്ഷനെല്ലാം കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ചക്കയിലുണ്ട് കേട്ടോ. ഏകദേശം 9-10 പൗണ്ടോളം വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലത്തെ ഏകദേശം 900 റുപ്പീസോളം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം മാംഗോ ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്ത കേട്ടോ. ഞാൻ ഫ്രൂട്ട്സ് ഒന്നും കോസ്കോന് പൊതുവേ വാങ്ങാറില്ല. ഞാൻ ഫ്രൂട്ട്സ് പൊതുവേ വാങ്ങുന്നത് ഇപ്സിവിച്ച് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ലോക്കൽ ഷോപ്പിനാണ് കേട്ടോ വാങ്ങാറ്. ചില സമയത്ത് ഞാൻ ഫ്രോസൺ ഫ്രൂട്ട്സ് വാങ്ങാറുണ്ട്. നമ്മൾ ഓർഗാനിക് ഫ്രോസൺ ബെറീസ് എല്ലാം കിട്ടാറുണ്ട്. അങ്ങനെ വാങ്ങിയിട്ടുണ്ട് 2 ഫ്രോസൺ ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയും അങ്ങനത്തെയും. ഇതാണ് ഡുറൈൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഡുറൈൻ ഫ്രൂട്ട് കാണുന്നത് തന്നെ. ഇതിൻ്റെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, ഒരു 5-6 കിലോ. പക്ഷെ അതിന് തന്നെ ഏകദേശം നാട്ടിലൊരു 4000 രൂപയോളം വിലയുണ്ട്. ഞാൻ പൊതുവേ കോസ്കോന്ന് കുറച്ച് നട്ട്സും പാല് ബട്ടർ അങ്ങനത്തെയിലാന്നേ കൂടുതലായിട്ടും പർച്ചേസ് ചെയ്യാറ്. വെള്ളം എടുക്കാറുണ്ട്. നട്ട്സ് നമുക്ക് പലത്, ബ്രസീൽ നട്ട്, വാൾനട്ട്, സാധാരണ ആൽമണ്ട് അല്ലെങ്കിൽ റോസ്റ്റഡ് ആൽമണ്ട്, പിസ്റ്റാഷ്യോ, അങ്ങനെ നമുക്ക് ഏകദേശം എല്ലാ സാധനവും നട്ട്സിലും കിട്ടും. പിന്നെ ഇപ്പം 2-3 തവണയായി ഞാൻ പോകുമ്പോൾ നോട്ട് ചെയ്യുന്ന കോസ്കോയിൽ നമുക്ക് നമ്മളെ നാടൻ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിനായിട്ട് ഈ സെക്ഷനിൽ 1-2 സാധനങ്ങൾ എടുക്കാറുണ്ട്. അത് ഞാൻ അങ്ങനെ മൈൻഡാക്കാറില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു പുതിയൊരു ബോട്ടിൽ കണ്ടു കേട്ടോ. ഇതൊരു വിസ്കീൻ്റെ ഹിസ്റ്ററി പറയുന്ന പോലത്തെ ഒരു ബോട്ടിലാണ്. ഇതിന് നമ്മുടെ നാട്ടിൽ ഏകദേശം 10,000 രൂപയോളം വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുന്നതായിരുന്നേ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചായിരുന്നു. കാരണം ഈ കോസ്കോയിൽ നമ്മളെ വീട്ടിലേക്ക് വീണ്ടും ഒരു 1.5 hours ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.